ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാനും അശ്മിയാണ് വീഡിയോ എടുക്കാൻ പോണത്. അല്ല, അമ്മയും വരും. അപ്പോൾ ഇന്ന് നമ്മൾ അത്തപ്പൂക്കളമൊക്കെ ഇട്ട് സെറ്റായിരിക്കുകയാണ്. ഞാനല്ല ഇട്ടത് ഇന്നത്തെ അത്തപ്പൂക്കളം, ഇന്ന് ആശ്മിയാണ് ഇട്ടത്. കാരണം കുളിക്കാൻ അത്തപ്പൂ ഇടാൻ ഒക്കത്തില്ലല്ലോ. ഞാനാണെങ്കിൽ എനിക്ക് രാവിലെ പനി ആയതുകൊണ്ട് ഞാൻ രാവിലെ കുളിച്ചില്ല. അപ്പം ആശ്മി രാവിലെ എണ്ണിച്ച് കുളിച്ച് പൂക്കളൊക്കെ പറിച്ച് പൂക്കളൊക്കെ പിച്ചി, അല്ല രണ്ടുമൂന്നല്ലേ, പൂക്കളൊക്കെ പറിച്ചിട്ട് ഒരു കുഞ്ഞി അത്തപ്പൂ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഗൈസ് ആശ്മി ഇട്ട അത്തപ്പൂ. ഇന്ന് ഭയങ്കര കളർഫുള്ളാണ്. കാരണം കിറ്റിയ പൂവൊക്കെ അതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം. ഞാൻ ഡിസൈൻ പറഞ്ഞു കൊടുത്തു അവിടെ നിന്ന് എങ്ങനെ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിച്ചു. പക്ഷെ ആശ്മിക്ക് ഇന്ന് ഉച്ചയ്ക്ക് അമ്മൂമ്മ വീട്ടിൽ വരുമ്പോൾ കിട്ടിക്കോളും. കാരണം ഈ റോസാപ്പൂ അമ്മൂമ്മ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ചെടിയിൽ നിന്ന് നമ്മൾ പറിച്ചതാണ്. ഇപ്പം അത് അമ്മയാണ് അതെടുത്ത് നടക്ക് വെക്കാൻ. നീ പിച്ചോണ്ട് പക്ഷെ കൊള്ളാം അശ്വിനി കേട്ടപ്പോ. ഇന്നലെ ഞങ്ങളുടെ സ്കൂളില് ഓണ പ്രോഗ്രാം ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സ്കൂളൊക്കെ അടച്ചു. ഇനി മുതൽ വീട്ടിൽ ഇരിക്കാം 10 ദിവസത്തേക്ക്. ഇനി വീട്ടിൽ ഇരുന്ന് പിങ്കുവിന്റെയും മിക്കുവിന്റെയും ഒക്കെ കൂടെ ഇരുന്ന് നമുക്ക് കളിക്കാം, ഓണാഘോഷിക്കാം. അല്ലെ പിഞ്ചു ബേബി? പിങ്കുവിന്റെ സ്ഥിരം പരിപാടി എടുത്ത് അപ്പൊ നമുക്ക് അമ്മയോട്ട് പോവാം. ഈ അമ്മ പിന്നെ വീടെടുക്കാൻ സമ്മതിക്കത്തില്ല. കാരണം ആ മിക്സി ഒക്കെ ഇട്ട് കളിക്കുന്നുണ്ടല്ലോ. വന്നല്ലോ. ഹായ് ഗൈസ്, ഇല്ല ബിഗ് ബോസിൽ പറയുന്നത് പോലെ 7ന്റെ പണിയാണ് ഞാൻ 2നും കൊടുത്തത് കേട്ടോ. 7ന്റെ പണി, 8ന്റെ പണിയൊക്കെ പണ്ടായിരുന്നു. കണ്ടോ, ഇരുട്ടി കളിയോടൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇരുട്ടി കുറച്ചുണ്ടാക്കി കേട്ടോ. പാവങ്ങൾ അവിടെ ഇരിക്കട്ടെ കുറച്ചേരം. എന്തായാലും വെക്കേഷൻ അല്ലേ, ജോലിയൊന്നും ഇല്ലേ എന്നുള്ള പരാതി അങ്ങ് തീർന്നു. അല്ല, ഞങ്ങള് സ്കൂളിൽ പോകുമ്പോ നല്ല രസമല്ലായിരുന്നു. ഇനി ഓണാകുമ്പം ജോലിയോട് ജോലിയാ. പാട്ടെ ചോറ് കൊടുത്തു. ഇതാണ്ടേ ചിക്കൻ കാല് തിന്നിട്ടുണ്ട്, ചോറ് കുറച്ചുണ്ട്. ചിക്കൻ കാലായിരുന്നു. ചിക്കൻ കാല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചോറ് അധികം വേണ്ട. ഇതാണ് നമ്മുടെ അരുത്തിക്കൊച്ചമ്മയ്ക്ക് ദാണ്ട ചിക്കൻ കാല് സഹിതം അതിനകത്തുണ്ട്. കണ്ട, കഴിച്ചിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും വിശപ്പ് വരുമ്പം കഴിക്കും. ഇല്ലെങ്കിൽ വൈകുന്നേരം അഴിച്ചു വിടുമ്പം പപ്പി ആദ്യം ചാടിക്കയറുന്നത് ഈ ചിക്കൻ കാലിന് വേണ്ടിയിട്ടായിരിക്കും. അരുത്തിക്കൊച്ചമ്മ പേര് മാറ്റി മിക്കൂൻ്റെ കേട്ടോ, അരുത്തിക്കൊച്ചമ്മേന്നാക്കി. റൊക്കിച്ചായനും കഴിച്ചു. റൊക്കിച്ചായന് പിന്നെ ഒന്നും പ്രശ്നമൊന്നുമില്ല. എന്നാലും 10 ചോറ് ബാലൻസ് ഉണ്ട്. ചിക്കൻ കാലൊക്കെ കഴിച്ച്. അരുത്തിക്കൊച്ചമ്മ മാത്രമേ ഉള്ളൂ കഴിക്കാൻ കേട്ടോ. വെകളിക്കൊക്കെ അങ്ങോട്ട് കൊടുക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. പിങ്കു വെകളിക്ക് അങ്ങോട്ട് കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. നമ്മൾ തിരിയുമ്പോഴത്തേക്കിനും പാത്രം കാലിയാ. ചിരിക്കുന്നതൊക്കെ അല്ലേ പപ്പി അതുപോലെ തന്നെ ആഹാരം കാണുമ്പോൾ ഇച്ചിരി അപ്രാളമുണ്ട്. ആണ്ടേ അരുത്തിക്കച്ചമ്മേ തിന്നടി പോയിരുന്നു. കളിയോടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണേ. ഇതുണ്ട് ഇതുണ്ടോ, പൊട്ടിത്തെറിച്ചതാണ്. പൊട്ടിത്തെറിച്ച് എന്റെ മുഖത്തൊക്കെ വീണ എണ്ണ. പിന്നെ ക്രിസ്പി ആയിട്ട് എടുത്തിട്ടുണ്ട്. പേടിയുണ്ട് പൊട്ടിത്തെറിക്കോ എന്നുള്ളത്. ദൂരെ മാറിയിരിക്കുക. എന്റെ കണ്ണിന്റെ അവിടെ എല്ലാം തെറിച്ച് വീണിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നല്ല മുട്ടത്തീയൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് കഴിക്കാനായിട്ട് മുട്ടത്തീയൽ വെച്ചിട്ടുണ്ട്. നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച് മുട്ട പിടിങ്ങി 4ആയിട്ട് കണ്ടിച്ചിട്ട് അതിനകത്ത് നമ്മൾ ചെറിയൊരു തക്കാളിയും കൊച്ചുള്ളി എല്ലാം ഇട്ട് ഒരു മുട്ടത്തീയലുണ്ടാക്കി. പിന്നെ നമ്മുടെ രസമുണ്ട് കേട്ടോ, ഇങ്ങനത്തെ രസമുണ്ട്. ഇപ്പൊ വൈകുന്നേരമായി സമയം കേട്ടോ. ഇന്നുകൊണ്ട് ഭയങ്കര മഴയായിരുന്നു ഇവിടെ. ഇപ്പം അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞു. ഇപ്പം വൈകുന്നേരം ഇവരുടെ കൂടെ കുറച്ച് സമയം ഞാനിങ്ങനെ ഇരിക്കും കേട്ടോ. കണ്ടോ എന്ത് ചെയ്യും, പപ്പിയുടെ കസേര ധരിക്കുന്നു. ഇത്രയും നേരം കസേരയിലുണ്ടായിരുന്നു. ദോ പോയി നിൽക്കുന്നു മഴയത്ത്. പപ്പി ഇവിടെ വാ, പപ്പി നീ വാ, കസേര കയറി വാ, ഓടി വാ, വിടുന്നു, വാ കയറിയിരിക്കേ. എന്താ വേണം കൊച്ചമ്മയ്ക്ക്? അങ്ങനെ ഞങ്ങൾ കണ്ടാ മിക്കും പിങ്കുവിന്റെ നെറ്റിക്ക് വെട്ടമടിക്കുന്നുണ്ട്. 5:30 സമയത്തെ വെട്ട സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിന്റെ വെട്ടമായി കാണുന്ന പിങ്കുവിന്റെ. ഭയങ്കര മഴയായിരുന്നു, കാറ്റും മഴയും. രാവിലെ തൊട്ടേ മഴയാ.
ഇങ്ങനെ മഴയത്ത് ഞാൻ വിടാതെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കും കേട്ടോ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി മഴയത്ത് പോയി നിൽക്കുന്നുണ്ട് പപ്പയുടെ. അപ്പം ഞാൻ മഴയത്ത് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കും കേട്ടോ. മഴയത്ത് വിറകാൻ പാനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇന്ന് ഇത്രയുള്ളേ. അപ്പോൾ പേടിച്ച പാവത്തെ നോക്കുന്ന മാതിരി ഇതിനോട് എന്നെ പേടിച്ചത് ഞാനൊന്നും പറഞ്ഞോളൂ. എല്ലാരും കണ്ടിന്ന് എന്നെ പേടിച്ചാന്നേ ഇരിക്കുന്നതെന്ന് പറയുന്നു ഞങ്ങളുടെ വെകളി. അപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം. ഞങ്ങളുടെ വെകളിക്കും ഞങ്ങളുടെ അരുത്തിക്കൊച്ചമ്മയ്ക്കും, അരുത്തിക്കൊച്ചമ്മയാണ് ഞങ്ങളുടെ അരുത്തിക്കൊച്ചമ്മയ്ക്കും ഞങ്ങളുടെ വെകളി പിങ്കൂനും എല്ലാം എടുക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബാബായി കൊടുക്കും. പെണ്ണിനെ തൊടാൻ പോലും പറ്റത്തില്ല. കടിക്കാൻ വരുമോ പെണ്ണ്? എഴുന്നേക്ക് അങ്കലി പെണ്ണെ. വേണ്ട, കൂടുതൽ സ്നേഹമൊന്നും വേണ്ട. ടാറ്റാ.